പൂളക്കുറ്റി ദുരന്തത്തിന് ഇന്ന് 4 ആണ്ട്. 2022 ഓഗസ്റ്റ് 1-നാണ് കണിച്ചാർ പൂളക്കുറ്റിയിലുണ്ടായ ഉരുൾപൊട്ടലിലും മലവെള്ളപ്പാച്ചിലിലും 3 ജീവനുകൾ പൊലിഞ്ഞത്. ആ കറുത്ത ദിനരാത്രങ്ങളെ ഇന്നും ഭീതിയോടെയാണ് ജനങ്ങൾ ഓർക്കുന്നത്. ഭീതിജനകമായ ആ കറുത്ത രാത്രി മലയോര ഗ്രാമങ്ങളെ കണ്ണീരിലാഴ്ത്തിയിട്ട് ഓഗസ്റ്റ് 1-ന് കൃത്യം 4 വർഷം തികയുകയാണ്. ഭയത്തിന്റെയും നാശനഷ്ടത്തിന്റെയും കണ്ണീരിന്റെയും 1460 ദിനരാത്രങ്ങൾ പൂർത്തിയാകുമ്പോഴും ദുരന്തം വിതച്ച നാശനഷ്ടങ്ങളിൽ നിന്ന് മലയോര ഗ്രാമങ്ങൾക്ക് ഇനിയും കരകയറാൻ സാധിച്ചിട്ടില്ല. കണിച്ചാർ പേരാവൂർ പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന പൂളക്കുറ്റി, മേലെ വെള്ളറ, താഴെ വെള്ളറ, നെടുമ്പുറംചാൽ, നെല്ലാനിക്കൽ, ചെക്കേരി, തെറ്റുവഴി, തൊണ്ടി തുടങ്ങിയ പ്രദേശങ്ങളിൽ അന്നത്തെ ഉരുൾപൊട്ടലിലും മലവെള്ളപ്പാച്ചലിലും പൊലിഞ്ഞത് 3 ജീവനുകളായിരുന്നു. പത്തനംതിട്ട കൂമണ്ണൂർ സ്വദേശിനിയായ നദീറയുടെ 2.5 വയസ്സുകാരി നുമാ തസ്ലിൻ, കണിച്ചാർ താഴെവെള്ളറ കോളനിയിലെ രാജേഷ്, മേലെ വെള്ളറ കോളനിയിലെ മണാലി ചന്ദ്രൻ എന്നിവരുടെ ചേതനയേറ്റ ശരീരങ്ങൾ അന്നത്തെ ദുരന്തത്തിന്റെ തീവ്രത വെളിവാക്കുന്നതായിരുന്നു. ദുരന്തം നടന്ന 100-ാം ദിനത്തിൽ നെടുമ്പുറംചാലിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ വിളക്കുകൾ തെളിയിച്ചും പ്രതീകാത്മക മൃതദേഹം വഹിച്ച് സംസ്കാര ചടങ്ങുകൾ നടത്തിയും സമരം സംഘടിപ്പിച്ചിരുന്നു. അന്ന് സമരവേദിയിലേക്ക് ഓടിയെത്തിയ ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളെല്ലാം വിഫലമായി മാറുന്ന കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ 4 വർഷങ്ങളായി മലയോരം സാക്ഷ്യം വഹിക്കുന്നത്. ഉരുൾപൊട്ടലിൽ വീടുകളും ഭൂമിയും പൂർണ്ണമായും ഭാഗികമായും നഷ്ടപ്പെട്ട നിരവധി കുടുംബങ്ങളാണ് ഇന്നും സ്വന്തമായി ഒന്ന് തലചായ്ക്കാനിടമില്ലാതെ വാടക വീടുകളിലും ബന്ധുക്കളുടെ കാരുണ്യത്തിലും കഴിയുന്നത്. 2022 ഓഗസ്റ്റ് 1-ന് ഉണ്ടായ ഈ പൂളക്കുറ്റി പ്രദേശത്ത് ഉണ്ടായ ഉരുൾപൊട്ടൽ അത് ഇന്നും ഞങ്ങൾക്ക് പേടി സ്വപ്നമായിരിക്കുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 1 എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ ഇന്നിപ്പോൾ 4-ാം വർഷമായിരിക്കുകയാണ് ഇന്നേ ദിവസം. ഇന്നത്തെ ഈ രാത്രി ഞങ്ങൾക്ക് എങ്ങനെയാകും എന്നുള്ളൊരു പേടിപ്പെടുത്തലിലൂടെയാണ് ഇരിക്കുക. ഇന്നും കഴിഞ്ഞ 4 വർഷങ്ങളിലെ എന്ന പോലെ ഇന്നും മഴ പെയ്യുന്നുണ്ട്. എല്ലാ വർഷവും ഇപ്പോൾ ഏകദേശം ഓഗസ്റ്റ് 1-ാം തീയതിയാണ് മഴ വരാറ്. മരിച്ചവരുടെക്കാട്ടിലും കൂടുതൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരാണ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. കാരണം ഇവരുടെ ഭൂമി നഷ്ടപ്പെട്ടവരുണ്ട്, ഭാഗികമായി വീട് നഷ്ടപ്പെട്ടവരുണ്ട്. കുറേ ആൾക്കാരാണെങ്കിലും ഇവിടെ നിന്ന് കുടിയേറി മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു. പക്ഷേ ഇനിയുള്ള ഇവിടെ താമസിക്കുന്നവർക്കാണെങ്കിലും വരുന്ന ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഇവിടുന്ന് സ്ഥലം വിറ്റ് ഒഴിവായി പോകാനോ അല്ലെങ്കിൽ ഒരു കല്യാണം നടത്താനോ ഇവിടുത്തെ ആൺകുട്ടികളെല്ലാം തന്നെ കല്യാണം കഴിക്കാത്ത രീതിക്കാണ്. കാരണം മറ്റ് നാടുകളിൽ നിന്ന് ഒരു കുട്ടികളെ പോലും ഇങ്ങോട്ട് അയക്കാൻ ജനം ഭീതിപ്പെടുന്നു. ഏക്കർ കണക്കിന് കൃഷിഭൂമിയായിരുന്നു നശിച്ചത്. അതുകൊണ്ടുതന്നെ കർഷകർ ഇന്നും ബുദ്ധിമുട്ടിൽ നിന്നും കരകയറിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.